അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. KFC സ്റ്റൈലിൽ നമുക്ക് ബ്രെഡ് ഒന്ന് ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് 1 കപ്പ് മൈദാമാവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ക്രഷ് ചെയ്തെടുത്തത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരുപാട് കട്ടിക്ക് നമ്മളിത് റെഡിയാക്കുന്നില്ല, തീരെ ലൂസും ആക്കുന്നില്ല. ഈ ഒരു പരുവത്തിനാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ കുറച്ച് ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് അങ്ങ് പൊടിച്ചെടുക്കേണ്ട ബ്രെഡ് ക്രംസ്, ഇതുപോലെ എടുത്താൽ മതി. ഇനി നമുക്ക് ഈ ബാറ്ററിലോട്ട് ഇതൊന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ഓയിലൊന്നും ഒഴിക്കേണ്ട, ഡീപ്പ് ഫ്രൈ വേണ്ട. എല്ലാം നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. സിമ്പിൾ സ്നാക്കാണ്, വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ അതിവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. എൻ്റെ വീഡിയോ ഒന്ന് ഫുൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടിട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.